ഈ കിടന്ന് തിളയ്ക്കുന്ന പാനീയം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ പുക വലിക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ല, പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാർ, അതുപോലെ വല്യപ്പമാർ, അതുപോലെ തന്നെ കുട്ടികളൊക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വലിച്ചു തുടങ്ങുന്നുണ്ട്. ഒരു 15 വയസ്സിന് മേലോട്ടുള്ള കുട്ടികളൊക്കെ ചെറുതായിട്ടൊക്കെ വലിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ശീലം മാറ്റിയെടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മരുന്ന്, ഈ ഒരു പാനീയം ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ ശീലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ മരുന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. പാല്, അതുപോലെ തന്നെ പുതിനയുടെ ഇല. അപ്പോൾ എൻ്റേതായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിനയുടെ ഇല കുറച്ച് ഒരു 3-4 ദിവസം മുമ്പേ മേടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ മൊത്തത്തിൽ ഇത് വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പച്ചപ്പ് ചെറുതായിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അത്യാവശ്യം ഗുണമുണ്ട്. എനിക്കിപ്പോൾ ഇന്ന് ഈ വ്ളോഗ് എടുത്തേ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഈ വ്ളോഗ് ഇടേണ്ടതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെന്നൊന്ന് പറഞ്ഞല്ലോ. അത് ഇതിലുള്ള പട്ടയാണ് കേട്ടോ. പട്ട, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് ഞാൻ ലാസ്റ്റ് ആട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് പച്ചപ്പാലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പുതിനയുടെ ഇല ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഒരു 4-5 ഇല മതി കേട്ടോ. നല്ല ഫ്രഷ് പുതിനയുടെ ഇലയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ പുതിനയുടെ ഇലയുടെ ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കരുത്, കാരണം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എടുക്കുമ്പോൾ നല്ല ഫ്രഷ് പുതിനയുടെ ഇല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ പുതിനയുടെ ഇല ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ ക്വാളിറ്റി നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കുറച്ചും കൂടി പുതിനയുടെ ഇലയൊക്കെ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമ്മൾ ഈ പുകവലി നിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി മരുന്നുകളൊക്കെ ചെയ്യും, ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറുടെ കയ്യിൽ നിന്ന് മരുന്നൊക്കെ എഴുതി മേടിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു യൂസ്ഫുൾ ആവില്ല. പക്ഷെ എൻ്റെ ഈ ടിപ്പ് ഉണ്ടല്ലോ, മൊത്തത്തിൽ മാറുമെന്നല്ല, നമുക്ക് ആ ശീലത്തെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്, പുകവലി നടത്തുന്ന ആൾ, അതായത് പുകവലിക്കുന്ന ആൾക്ക് ഒരു ഉറച്ച തീരുമാനം വേണം. ഞാൻ ഇനി നാളെ തുടങ്ങി പുകവലിക്കൂല. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം പുകവലിക്കുന്ന ആൾക്കുണ്ടെങ്കിൽ ഈ മരുന്ന് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പുതിനയുടെ ഇല അതിലേക്ക് പറിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഇനി വാഷ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പട്ടയുടെ പീസും കൂടി ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ മെഡിസിൻ കഴിക്കാമെന്ന് നോക്കിയാലും ഇത് ഒറ്റയടിക്ക് കുറച്ചുകൊണ്ട് വരുന്നത് പോസിബിൾ അല്ല കേട്ടോ. നമുക്ക് ഒരു പാക്കറ്റൊക്കെ ഒരു ദിവസം വലിക്കുന്ന ആളാണെങ്കിൽ അത് കുറച്ച് 3, 2, 1 ലെവലിൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് അത് നിർത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഇത് കാണുകയാണെങ്കിൽ അതൊക്കെ വീട്ടിലുള്ള പുരുഷന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ പുതിനയുടെ ഇല ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൊത്തത്തിൽ വാടിയിരിക്കുന്നത് കൊണ്ടാണ് ക്വാണ്ടിറ്റി കുറവായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പാല്. ഇനി ഞാൻ ഈ പുതിനയുടെ ഇലയും പട്ടയും കൂടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം പുതിനയുടെ ഇല പുറത്തുനിന്ന് മേടിച്ചതായതുകൊണ്ട് അതിന് വിഷാംശം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെറുതെ വിഷം കൂടി കയറ്റണം എന്തിനാ? ഓൾറെഡി വിഷമാണല്ലോ കയറ്റണേ. അതിൻ്റെ പുറകെ ഇതും കൂടി വിഷം ആവണ്ടെന്ന് കരുതിയിട്ട് കഴുകിയെടുക്കുകയാണ്. ഇനി രണ്ടും കൂടി ആ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് തിളയ്ക്കാൻ പോണതിന് തൊട്ട് മുൻപാണ് കേട്ടോ ഞാൻ ഈ പുതിനയുടെ ഇലയും പട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ആ പാലിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ പുതിനയുടെ ഇല അതിലേക്ക് ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ പട്ടയും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊതുവേ ഈ പാൽ ചായ ഒക്കെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ മസാല ചായ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുടിക്കാറില്ല. ആ ഒരു സെയിം ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ ഡയറക്റ്റ് പാലിലേക്ക് ചേർക്കുമ്പോൾ. വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് കുടിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നുമില്ല. നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുടിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വ്ളോഗിൽ പറയുന്നുണ്ട്. ഈ പാല് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പാക്കറ്റ് പാല് മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. നമ്മൾ മേടിക്കുന്ന, അതായത് സൊസൈറ്റിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലില്ലേ, ഡയറക്റ്റ് പശുവിൻ പാല്, അത് മാത്രം യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ പാല് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിനയുടെ ഇലയും പട്ടയും കൂടിയാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. അത് ഞാൻ അരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ പാൽപ്പാടി ഉണ്ടാവുമല്ലോ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുതിനയുടെ ഇലയൊക്കെ ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് പാലാണ്. അതിൻ്റെ സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നതാണ്. നമ്മുടെ പുതിനയുടെയൊക്കെ സ്മെല്ലാണ് എടുത്തറിയുന്നത്. വേറെ നമുക്ക് കുടിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞളാണ്. അതെൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന നിലയിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. മഞ്ഞൾ എടുക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഈ പാക്കറ്റ് മഞ്ഞളൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ഈ മഞ്ഞളെന്ന് പറയുന്നത് ഭയങ്കര ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ മഞ്ഞളെന്ന് പറയുന്നത്. ലാസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി ഇത് ഡയറക്റ്റ് കുടിക്കാം. പിന്നെ ഇത് കുടിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളാം. ഇത് അതിരാവിലെ, അതായത് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ ഇത് കുടിക്കുക. ഇളം ചൂടോട് കൂടി തന്നെ കുടിക്കുക കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണത്, എന്തെങ്കിലും മരുന്ന്, എന്തെങ്കിലും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ മെയിനായിട്ട് ഇത് കഴിക്കാണ്ടിരിക്കുക കേട്ടോ. അവർ കാണുന്ന ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡായിട്ട് ഇത് കഴിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിക്കേണ്ടത് ഇന്ന് കുടിച്ച് കഴിഞ്ഞാൽ നാളെ കുടിക്കരുത്, മറ്റന്നാളെ കുടിക്കാവൂ. അതായത് ഒന്നരാടം മാറി മാറി അങ്ങോട്ട് കുടിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കുടിക്കരുത്, പിന്നെ പിറ്റത്തെ ആഴ്ചയാണ് കുടിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ട്രിക്സ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക. പുകവലിയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുടുംബക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.